Srikrishna College for Healthcare and Media Studies. VWalk Medical Lab Nursing Diploma Paramedical കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്. ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. ചേലക്കര മഹാത്മാ സാംസ്കാരിക സമിതിയും 21ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും സംയുക്തമായി SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി മികവ് 2026 പരിപാടി ചേലക്കര സുബിൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ ലക്ഷ്യബോധമുള്ളവരായി വളരണമെന്നും സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗത്തിൽ പെട്ടുപോകരുതെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ടി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഈ നാട്ടിലെ യുവാക്കൾക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക, അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ എൻ്റെ മുന്നിലിരിക്കുന്ന മികവ് ഏറ്റവും നന്നായി പഠിച്ച് വിജയം കൈവരിച്ച നിങ്ങളിലാണ്. ആ പ്രതീക്ഷയോട് കൂടിയിട്ടാണ്, പ്രതീക്ഷ എല്ലാ കാലത്തും ആ നല്ല പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം, അതിനൊരു പ്രോത്സാഹനം കൂടിയാണ് ഈ പരിപാടി. ആയതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ വാർഡുകളിലും ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചു വരുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ അധ്യക്ഷൻ ശ്രീജിത്തും സത്യനൊക്കെ പറഞ്ഞു. ഞാൻ ഒരു വീണ്ടും ഒരു ആവർത്തന വിരസത നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കഴിഞ്ഞു പോയ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കാലാവസ്ഥയിലും കാലഘട്ടത്തിലുമാണ് നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു ബിടെക്, ഇപ്പോൾ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞു ബിടെക് ബിരുദധാരിയാണ്, പക്ഷേ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നു. ഞാൻ പറയുന്നു, ഈ ബിടെക് ഏത് കോഴ്സ് കഴിഞ്ഞാലും ഇന്ന് ലോകത്ത് മുഴുവൻ ഓരോ നിമിഷവും വിസ്ഫോടനങ്ങൾ നടക്കുക. ചേലക്കര സിബിൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. സത്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KP ഷാജി, ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷെഫീഖ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. പ്രദീപ് നമ്പ്യാത്ത്, പ്രിയ ബാലാജി, സന്ധ്യ സാബു, നിർമ്മല തുടങ്ങിയവരും മറ്റു വാർഡ് മെമ്പർമാരും സന്നിഹിതരായിരുന്നു. തുടർന്ന് വിദ്യാർത്ഥികൾക്കായി KSU ജില്ലാ ഭാരവാഹി ഷിയാസ് നയിച്ച മോട്ടിവേഷൻ ക്ലാസും ഉണ്ടായിരുന്നു. ഒരു നീലക്കൊടി കണ്ടിട്ടുണ്ടോ? അതിന്റെ ജില്ലാ ഭാരവാഹിയാണ് KSUവിന്റെ. ഇവിടെ എത്ര വിദ്യാർത്ഥി സംഘടനകളുണ്ട് കേരളത്തില്? എന്തെങ്കിലും അറിയോ? SFI കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. KSU കേട്ടിട്ടുണ്ട്. ABP കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലേ? MSF കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല അല്ലേ? അപ്പൊ നിങ്ങള് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മള് ഈ റോഡിലൂടെ നടന്നു പോകുമ്പോൾ കൊടികൾ കാണുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഒരു 4 കൊല്ലം മുമ്പ് മലയാള മനോരമ പത്രത്തിന്റെ ഒരു 4ാം പേജിലോ 5ാം പേജിലോ ആയിട്ട് ഒരു ചെറിയ കോളത്തിൽ ഒരു വാർത്ത ഇട്ടിട്ടുണ്ടായിരുന്നു. ഗുജറാത്തില് ഏതോ ഒരു ജില്ലയില്, പേര് മറന്നുപോയതാണ്, ഏതോ ഒരു ജില്ലയില് ഒരു 10 വയസ്സുകാരി പെൺകുട്ടി വലിയൊരു മുതലാളിയുടെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഒരു മാങ്ങ നിലത്തേക്ക് വീണു. ആ മാങ്ങ എടുത്തതിന്റെ പേരിൽ അവിടുത്തെ പ്രഭുക്കന്മാരെ ചേർന്നിട്ട് ആ കുട്ടിയെ തല്ലിച്ചതച്ചു കൊന്നു. 10 വയസ്സുകാരി എന്തിനാ കൊന്നേ? മാങ്ങ എടുത്തതിന്റെ പേരിൽ തല്ലിച്ചതച്ചു കൊന്നു. ഇതെവിടെയാ? ഇന്ത്യയിലാണ് അല്ലേ? ഒരു 2 മാസം മുമ്പ് നീറ്റ് എക്സാം എല്ലാവരും കേട്ടതാണല്ലേ? ഭയങ്കര ട്രെൻഡിങ് ആയി കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു നീറ്റ് എക്സാമിന്റെ അല്ലേ? ന്യൂസ് ഡെസ്ക് CCV.